നമുക്ക് ഒരു അതിഥിയിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് പൊന്നാനി NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് നിവേദിതയാണ്. മാഡം നമസ്കാരം. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവ് എല്ലായിടത്തും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നാണ് BJP പ്രവർത്തകർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ പൊന്നാനി പോലുള്ള സ്ഥലത്ത് BJPക്ക് വലിയൊരു സ്വാധീനമുള്ള സ്ഥലമല്ലെങ്കിൽ പോലും അവിടെയും ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവിന് കഴിയുമോ? നോക്കൂ, കഴിഞ്ഞ ജനുവരി മാസം 3-ാം തീയതി സ്ത്രീ സമ്മേളനം, മഹിളാ സമ്മേളനം, അതിൽ പങ്കെടുക്കാൻ മാത്രമായിട്ട് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി എത്തുകയുണ്ടായി. അതിനുശേഷം ഒരു 17-ാം തീയതിയും പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലും എല്ലാം അദ്ദേഹം എത്തുകയുണ്ടായി. ഓരോ വരവും സൂചിപ്പിക്കുന്നത് കേരള മനസ്സും നരേന്ദ്രമോദിക്കൊപ്പം തന്നെയാണ് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ 10 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ യാതൊരുവിധ വിവേചനവുമില്ലാതെ കേരളത്തിലുള്ളവർക്കും എല്ലാവിധ ആനുകൂല്യങ്ങളും എത്തിച്ചിട്ടുണ്ട്. ക്ഷേമ പദ്ധതികളെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു വിവേചനവുമില്ലാതെ നടപ്പിലാക്കി കൊണ്ടുപോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പൊന്നാനി മാത്രമല്ല, ഭാരതത്തിലെ എല്ലാ ഭാഗത്തും നരേന്ദ്രമോദിയുടെ കയ്യൊപ്പ് പതിഞ്ഞ നിരവധിയായിട്ടുള്ള വികസന പദ്ധതികളും നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് എല്ലായിടത്തും ഇപ്പോൾ NDAക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ക്ഷേമ പദ്ധതികൾ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള നിരന്തരമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനം തീർച്ചയായിട്ടും സാധാരണക്കാരിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുവാൻ നരേന്ദ്രമോദി സർക്കാരിനായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതെല്ലാം തന്നെ കൂടുതൽ ആളുകളിലേക്ക് സന്ദേശം എത്തിക്കുന്നതിനും അദ്ദേഹത്തിന്റെ വരവും കൂടുതൽ കരുത്താകും എന്നുള്ളതിൽ നമുക്ക് പ്രതീക്ഷ വരുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് ഓരോ സ്ഥാനാർത്ഥികളും ജനങ്ങളെ സമീപിക്കുന്നത്. അദ്ദേഹത്തിന്റെ വരവ് പോലെ തന്നെ ആഘോഷമാകും ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ച മാതിരി വികസന പദ്ധതികൾ മാത്രമല്ല, ക്ഷേമ പ്രവർത്തനവും ഒരു തരത്തിലും അഴിമതിയില്ലാതെ, ഒരു തരത്തിലും വെള്ളം ചേർക്കലുകളില്ലാതെ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് ഉന്നമനം ഉറപ്പാക്കുന്നതാണ് എന്നുള്ളത് തന്നെയാണ് വളരെയധികം പ്രതീക്ഷയോടെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണാൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രധാനമായും ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നു, കേന്ദ്രത്തിന്റെ ഫണ്ടുകൾ യഥാസമയം കിട്ടാത്തത് കൊണ്ട് തന്നെ വികസന പദ്ധതികളെല്ലാം തന്നെ പാതി വഴിയിലായിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാതെ വരുന്നത് കേന്ദ്രത്തിന്റെ ഈ ഒരു മനോഭാവം കൊണ്ടാണ്. കേരളത്തിനോടൊരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് കേന്ദ്രം പെരുമാറുന്നത് എന്നൊക്കെ പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ BJPയോട് അതൊരു ആളുകൾക്കിടയിൽ ഒരു എതിർപ്പുണ്ടാവാൻ കാരണമായിട്ടുണ്ടോ? അത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? നോക്കൂ, സുപ്രീം കോടതിയിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് കേസ് നടക്കുകയും അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ട് കേന്ദ്ര സർക്കാർ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അതിലെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതല്ലേ? ഇവിടുത്തെ സാധാരണ ജനങ്ങളെല്ലാം തന്നെ വിഡ്ഢികളാണ് എന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. കാരണം ഏത് തരത്തിലാണ് കേരള സർക്കാർ അവരുടെ സാമ്പത്തിക വിനിമയം അല്ലെങ്കിൽ സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവർ തന്നെയാണ് കേരളീയരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തെക്കുറിച്ച്. കാരണം ഇപ്പോഴും കടം കൊടുക്കുന്നതിന്റെ കാര്യത്തിനെ പറ്റി മാത്രമാണ് സുപ്രീം കോടതി ചർച്ച ചെയ്തിട്ടുള്ളൂ. കടം കൊടുക്കുന്നത് എത്ര കൊടുക്കണം എന്നുള്ളതിനും അത് കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള കണ്ടീഷനുകൾ, നിബന്ധനകൾ വെക്കണമെന്നും മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, നമ്മളൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരാള് ഒരു 5 ലക്ഷം രൂപയോ അല്ലെങ്കിൽ വേണ്ട 1 ലക്ഷം രൂപ തന്നെ ഒരു ഈടില്ലാതെ വായ്പ കിട്ടുന്നത് ഇപ്പൊ ശരിയാണ്, നരേന്ദ്രമോദിയുടെ പദ്ധതികൾ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ അത് സാധിക്കുന്നുണ്ട്. വിദ്യാലക്ഷ്മി സ്കോളർഷിപ്പ് വരെ ഈടില്ലാതെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ ഇപ്പോൾ മുൻകാലങ്ങളെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ എടുക്കണമെങ്കിൽ പോലും ഈടില്ലാതെ, എന്തെങ്കിലും ഈടില്ലാതെ കിട്ടുമായിരുന്നു. അപ്പോൾ കേരള സർക്കാർ ആയാലും അത് കടമെടുക്കുന്നതിന് ഒരു പരിധി വേണ്ടേ? വെറുതെ കടമെടുത്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ഇന്ന് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ മേലിൽ വരെയും 1 ലക്ഷം രൂപയുടെ കടം അടിച്ചേൽപ്പിക്കുന്ന കേരള സർക്കാർ എങ്ങനെയാണ് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിക്കണം. ഇന്ന് കേന്ദ്ര സർക്കാർ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഒരെണ്ണം കേരള സർക്കാരിന് ചെയ്യാമോ? വെറുതെ ആളുകളോട്
കള്ളം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി ഭരണം നിലനിർത്താമെന്ന് ഇനി ഈ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും വ്യാമോഹിക്കരുത്. കാരണം എല്ലാം തന്നെ സുതാര്യമായിട്ട് ഇന്ന് ഒരു വിരൽ തുമ്പിൽ തന്നെ കിട്ടുന്ന രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ പബ്ലിഷ് ചെയ്തുകൊണ്ട് അത് ജനങ്ങൾക്ക് അറിയുന്ന രീതിയിൽ അവരിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏത് പദ്ധതിയെക്കുറിച്ചായാലും വിവരങ്ങൾ അവർക്ക് അവരുടെ വിരൽ തുമ്പിൽ ലഭ്യമാക്കുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് ഇന്ന് എത്ര തുകയാണ് നരേന്ദ്രമോദി സർക്കാർ ഓരോ പദ്ധതിയിലും ഇവിടേക്ക് എത്തിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാം. അത് മാത്രമല്ല, നമ്മൾ ഈ കാണുന്ന പല വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉണ്ടായതാണ് എന്നുള്ളത് തന്നെ തെളിയിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് വികസനം ഉറപ്പാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒന്നുകൂടി പറയേണ്ടതുണ്ട്, ഈ ക്ഷേമ പ്രവർത്തന പദ്ധതികളെല്ലാം തന്നെ കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇവിടെ മറിയക്കുട്ടിമാരുണ്ടാവുന്നുണ്ടെങ്കിൽ അത് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ച കൊണ്ടാണ്. അതല്ലാതെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കൊടുക്കാമെന്നേറ്റിട്ട് കൊടുക്കാതിരുന്നിട്ടില്ല. അതുപോലെ മാതൃവന്ദന യോജന 5000 രൂപ വീതം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നിട്ടില്ല. വീടുകൾ വെച്ചു കൊടുക്കാൻ കൊടുത്ത ഫണ്ടുകൾ നമ്മൾ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതെല്ലാം തന്നെ നമ്മൾ ലഭ്യമാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എത്രയൊക്കെ നമുക്ക് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടോ അതിനനുസരിച്ച് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര വിഹിതം കൃത്യമായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ പദ്ധതികളും അടൽ പെൻഷൻ യോജനയായാലും ആരോഗ്യ കാർഡായാലും എല്ലാം തന്നെ പറഞ്ഞതെല്ലാം പാലിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നിലനിൽക്കുമ്പോൾ കേരള സർക്കാർ അത് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വിഡ്ഢികളല്ല കേരള ജനത എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു മാഡം.